ആ പറയണ മോനെ. എല്ലാവരുടെയും കണ്ണു തെറ്റിയപ്പോൾ ഞാൻ അച്ഛനൊന്ന് വിളിച്ചതാ. അവിടെ ഇപ്പൊ എല്ലാരും ഫുട്ബോളിന്റെ പുറകെ ആയിരിക്കുമല്ലേ? ആ അത് അച്ഛൻ അറിയാലോ. വേൾഡ് കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബഹളമാ. ഞാൻ പിന്നെ വിളിക്കാം. എന്താ അമ്മ ഇതൊക്കെ? നീ ആരെയാ വിളിച്ചത്? അല്ല അത് പിന്നെ ഞാനൊരു എന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു അമ്മേ. ആരാടാ ഫ്രണ്ട്? അത് അമ്മ അറിയുന്ന ആളല്ല. എന്നാലേ ഞാൻ അവനെ ഒന്ന് പരിചയപ്പെടുത്താം. അമ്മ ഇങ്ങോട്ട് തന്നെ. എന്താ അമ്മ ഇത്? ഇങ്ങോട്ട് തരാം. മാറിയേക്ക അങ്ങോട്ട്, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഹലോ, ആരാ നിങ്ങള്? ഹലോ ഹലോ, എന്റെ ശബ്ദം കേട്ടിട്ട് കട്ട് ചെയ്തല്ലോടാ. അതയാളല്ലേ? അയാളുടെ ശബ്ദം പോലെയാണല്ലോ എനിക്ക് തോന്നിയത്, ആ നാഗേന്ദ്രന്റെ. അയ്യോ അല്ല അമ്മേ, ഞാൻ ആ ഡേവിഡ് സാറിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഡേവിഡ് സാറിനെ അയാൾ MD ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഡേവിഡ് സാറിനെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഞാൻ അതുകൊണ്ട് അയാളുടെ പേര് പറയാതിരുന്നത്. അഭി, നിന്നെ ഞാൻ അറിഞ്ഞതുപോലെ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്റെ അടുത്ത് നിന്റെ വേലയൊന്നും എടുക്കരുത്. അമ്മ എന്താ അമ്മ ഇങ്ങനെ? ഏതുനേരം എന്തിനാ അച്ഛന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അച്ഛനോ? ഏതച്ഛനാടാ നിനക്ക്? നിനക്ക് ഓർമ്മയാകുന്നതിന് മുമ്പ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവനാ. എന്നിട്ട് അച്ഛനാണത്രേ അച്ഛൻ. നിനക്ക് പണവും പദവിയും കിട്ടിക്കഴിഞ്ഞാ ആരും അങ്ങ് ബന്ധുവാവൂല്ലോ. ഞാൻ പറഞ്ഞില്ലമ്മേ, ഇന്നേ വരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലെന്ന്. ഈ പറച്ചിലേ ഞാൻ 100% വിശ്വസിക്കത്തില്ല. അവന്തിക കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ അത് ശരിയാണ്. അവൾ ഒരിക്കലും കള്ളം പറയത്തില്ല. പക്ഷേ അതുപോലെ അല്ല നീ. നീയും നവ്യൊക്കെ അവിടെ കയറി പറ്റിയത് അയാളുടെ കൃപ കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മേ, അയാൾ ചിലപ്പോൾ ഞങ്ങളെ പിന്നിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടാവും. അല്ലാതെ അയാൾ ഞങ്ങളുടെ മുന്നിലേക്കൊന്നും വന്നിട്ടില്ല. എടാ എടാ, പിന്നെ എങ്ങനെയാടാ വലിയ വലിയ ഡീലുകൾ നടന്നപ്പോ അതിലൊക്കെ നീ പങ്കെടുത്തത്? ഒരു സാധാ മാനേജറായി നീ അവിടെ എങ്ങും പോകേണ്ട കാര്യമില്ലല്ലോ. അത് ഡേവിഡ് സാർ പറഞ്ഞിട്ടാ. ഡേവിഡ് അല്ല, അതൊക്കെ നാഗേന്ദ്രന്റെ തീരുമാനങ്ങളാണ്. ചിലപ്പോ ആയിരിക്കും.